രാജസ്ഥാനിൽ ഭരണം ബി.ജെ.പി. ആണിപ്പോൾ കൈയാളുന്നതെങ്കിൽ പോലും വസുന്ധര വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ. രാജസ്ഥാനിൽ ഡു ഓർ ഡൈ എന്ന രീതിയിലേക്ക് വസുന്ധര നീങ്ങുമ്പോൾ ഭജൻലാലിന് രാജിവെച്ചേ മതിയാകൂ എന്നുള്ളതാണ്. രാജസ്ഥാനിൽ വീണ്ടും തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന് കേന്ദ്രത്തോട് നിർദ്ദേശിച്ചുകൊണ്ട് വസുന്ധര അവരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുകയാണ്. ഇനിയും മാറി അവഗണന സഹിച്ച് നിൽക്കാൻ കഴിയില്ല. എന്നെ ബി.ജെ.പി. അല്ല വളർത്തിയത്, ബി.ജെ.പിയെ ഞാനാണ് വളർത്തിയത് എന്നാണ് വസുന്ധര രാജസ്ഥാനിലെ ജനങ്ങളോട് പറയുന്നത്. രാജസ്ഥാനിൽ ബി.ജെ.പിക്ക് ഒരു പേരും ഉണ്ടാക്കി കൊടുത്തത് വസുന്ധര രാജ തന്നെയാണ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഭൈരൺ സിംഗ് ഷെഖാവത്തും മറ്റ് പല നേതാക്കളും ബി.ജെ.പിക്ക് വേണ്ടി നേതാവായും മുഖ്യമന്ത്രിയായും ഒക്കെ ഇരുന്നെങ്കിൽ പോലും ബി.ജെ.പിയെ ശക്തമായി താഴെ തട്ടിൽ ഗ്രാമീണ തലത്തിൽ എത്തിക്കുകയും 100-ൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തത് തൻ്റെ ഭരണം കൊണ്ട് തന്നെയാണെന്ന് വസുന്ധര വീണ്ടും വീണ്ടും പറഞ്ഞു. ഇത്തവണ ബി.ജെ.പിക്ക് ഭരണം കിട്ടുമായിരുന്നു എന്ന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നുവെന്നും അത്രമേൽ മികച്ച രീതിയിൽ ഗെലോട്ടിനും സച്ചിൻ പൈലറ്റിനും മുന്നോട്ട് നയിക്കാൻ കഴിയുന്നുണ്ട്. അവർ തമ്മിലുള്ള പടലപ്പിണക്കം ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ബി.ജെ.പിക്ക് അധികാരം കിട്ടുക പോലും ഇല്ലായിരുന്നു എന്നുള്ളത് ഓർക്കുക എന്നതും ഇത്തവണത്തെ ലോക്സഭയിലെ തിരിച്ചടി ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണെന്നും അടുത്ത തവണ ഈ ഒരു പണിയുമായി മുന്നോട്ട് പോയാൽ ജനങ്ങളെ വെറുപ്പിച്ചാൽ ജനങ്ങൾ ബി.ജെ.പിയെ പുച്ഛിച്ചു തള്ളുമെന്നും കൃത്യമായി മാധ്യമങ്ങളോട് വസുന്ധര രാജി പറഞ്ഞിരിക്കുകയാണ്. തന്നെ ഒഴിവാക്കി രാഷ്ട്രീയത്തിൽ നിന്നും എല്ലാം നേടിയെടുക്കാം എന്നായിരിക്കും അമിത്ഷായും നരേന്ദ്രമോദിയും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ അത് നടക്കില്ല. ഇത് രാജസ്ഥാനാണ്, ഈ മണ്ണ് വേറെയാണ്. ഈ മരുഭൂമിയിൽ രാഷ്ട്രീയപരമായി ഞാൻ നേട്ടം കൊയ്തെടുക്കും. എനിക്ക് വേണമെങ്കിൽ കോൺഗ്രസുമായി ഡീൽ ഉറപ്പിക്കാം. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യാത്തത് നേതൃത്വത്തോട് പ്രതീക്ഷയുള്ളതുകൊണ്ടും എം.എൽ.എമാരിൽ ബഹുഭൂരിപക്ഷം ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ളത് കൊണ്ടും തന്നെയാണെന്നും വസുന്ധര വ്യക്തമായൊരു ശാസനം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. 116 എം.എൽ.എമാരുള്ളതിൽ 80-ലധികം എം.എൽ.എമാർ വസുന്ധരയോടൊപ്പമാണ് എന്ന് തെളിയിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ തീവ്രമായി ശ്രമിക്കുകയാണ്. ഭജൻലാൽ മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ പലർക്കെതിരെയും ശക്തമായി അവർക്കെതിരെ വലിയ പരാതികൾ വന്നിട്ടും അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല, അഥവാ അവരെ മാറ്റാനും തയ്യാറാകുന്നില്ല. ഇതിലൂടെ വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഭജൻലാലിൻ്റെ ജനപ്രീതി എന്തുമാത്രമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ബി.ജെ.പിക്ക് 14 സീറ്റ് ലോക്സഭയിൽ കിട്ടിയത് തന്നെ മഹാത്ഭുതം എന്നാണ് വസുന്ധര പറഞ്ഞിരിക്കുന്നത്. അത് ഒരുപക്ഷെ തൻ്റെ ഭരണത്തിൻ്റെ ഒരു തുടർച്ചയെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെയെങ്കിലും കൊടുത്തത്. പക്ഷേ ജനങ്ങൾ ഇനിയും അക്ഷമരായി നിൽക്കുമ്പോൾ അവരെ പരീക്ഷിക്കരുത്. അവർക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക. ഗെലോട്ടിനെയും വസുന്ധര രാജയെയും ഒരുപോലെ തന്നെയാണ് രാജസ്ഥാൻ ജനത സ്നേഹിച്ചത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. എന്നാൽ പൈലറ്റ് രംഗപ്രവേശനം ചെയ്യുന്നതോടുകൂടി കളി മാറുകയാണ്. ബി.ജെ.പി. ഒരുപക്ഷെ കാലാവധി തികയ്ക്കാതെ രാജസ്ഥാനിലും മുട്ടുകുത്തിയേക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കോൺഗ്രസിന് വെച്ച അള്ള് തിരിഞ്ഞ് കുത്തുകയാണ് ബി.ജെ.പി. നേതൃത്വത്തിന്.